पहली बार मिले हैं, मिलते ही दिल ने कहा मुझे प्यार हो गया, तुमने प्यार से देखा, जब से मुझे मेरा दिल बेकरार हो गया. Coulomb's law. Hi friends, welcome to Gino's Physics World. കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്ത് കാണും. കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലേ, പിന്നെ കണ്ടക്ഷൻ, ഇൻഡക്ഷൻ, ക്വാണ്ടൈസേഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്ന് കൂളോംസ് ലോ എന്താണെന്ന്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ. ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ബേസ് തന്നെ കൂളോംസ് ലോയെ ബേസ് ചെയ്തിരിക്കുന്നു. ഇതെന്താണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. റെഡി? അപ്പോൾ consider two charges Q1 and Q2. These charges are separated at a distance apart. ഈ രണ്ട് ചാർജ് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും റിപ്പൽ ചെയ്യും, ബിക്കോസ് സെയിം ചാർജസ് റിപ്പൽ ഈച്ച് അതർ. ഇത് ഓപ്പോസിറ്റ് ചാർജുകളാണെങ്കിൽ ഇത് അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, സോ സെയിം ചാർജസ് റിപ്പൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്റ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം എക്സ്പെരിമെൻറ്റിലൂടെ എല്ലാം പറഞ്ഞതാണ്. അപ്പോൾ നോക്കാം ഈ ഫോഴ്സ് എത്രയാണെന്നുള്ളത്, അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ, ഇതിൻ്റെ ഈ ഫോഴ്സ് എത്രയാണെന്നുള്ളത്, വിച്ച് വാസ് കാൽക്കുലേറ്റഡ് ബൈ ദി സയൻറ്റിസ്റ്റ് കൂളോം. സോ ദി ലോ ഈസ് കാൾഡ് കൂളോംസ് ലോ. സോ കൂളോംസ് ലോ states that the magnitude of the force of attraction or repulsion between these two charges, ഈ ചാർജസിനിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അതെപ്പോഴും ഈ രണ്ട് ചാർജുകളുടെ പ്രോഡക്റ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സേ എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 ആൻഡ് Q2. ഇപ്പോൾ ഈ രണ്ട് ചാർജുകളും Q1 2 എന്നെടുക്കാം, Q2 3 എന്നെടുക്കാം. എങ്കിൽ ഒരിക്കലും 2+3 അല്ല. സേ 2+3 ഒരിക്കലും വരില്ല. 2+3 ഈസ് 5 ഒരിക്കലും വരില്ല. ബട്ട് ഇറ്റ് ഈസ് 2 into 3 which is 6. ഓക്കെ, അപ്പോൾ കൂളോംസ് ലോയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2, പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു ചാർജസ്. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് F directly proportional to 1/r², which means that if the distance of separation between these two charges is increased, the force is decreased. Okay, and vice versa. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള അകലം നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുന്നു. അകലം കുറച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുന്നു. അതിൻ്റെ വേരിയേഷൻ എപ്പോഴും സ്ക്വയറിനനുസരിച്ചായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ദിസ് ലോ ഈസ് അതർവൈസ് കോൾഡ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. പറഞ്ഞേ, ഇൻവേഴ്സ് സ്ക്വയർ ലോ. ഓക്കെ, സോ ഇൻവേഴ്സ് സ്ക്വയർ ലോ. സോ കൂളോംസ് ലോ ഈസ് അതർവൈസ് കോൾഡ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. ഓക്കെ, സോ കൂളോംസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാം. Coulomb's law states that the force of attraction or repulsion between two charges separated at a distance apart is directly proportional to, the force of attraction is directly proportional to, or repulsion is directly proportional to, see, the product of the charges. Actually product ആണെങ്കിൽ പോലും we are considering its magnitude, product of the charges, and also inversely proportional to the square of the distance, and also inversely proportional to the square of the distance between these two charges, so that we can write F directly proportional to Q1 Q2 by r². ശ്രദ്ധിക്കുക, അപ്പോൾ കൂളോംസ് ലോയുടെ ബേസിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2 by r². മറന്നു വരുന്നു, ഈ അടിയിൽ r² എടുക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ?
Okay. So, ഈ proportionality sign മാറ്റാനായിട്ട് I am putting a constant. So, F is equal to the C into Q1 Q2 by R square. F is equal to C into Q1 Q2 by R square, where C is called Coulomb's constant. Where C is called Coulomb's constant. Coulomb's constant. The value of C is equal to 9 into 10 raised to 9. This is the value of C. The value of C is usually this value is calculated usually in free space. Free space or air. Which means that if the charges are placed in free space or the medium in between these charges, ഈ ചാർജസിനിടയിലുള്ള മീഡിയം എന്ന് പറയുന്നത് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ എയർ ആണെങ്കിൽ എപ്പോഴും ഈ വാല്യൂ ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. C equal to 9 into 10 raised to 9. This is called Coulomb's constant. Okay. So what is the general form of Coulomb's law? F is equal to C യുടെ വാല്യൂ എടുക്കാം 9 into 10 raised to 9 into Q1 Q2 by R square. So this is the general form of Coulomb's law. 9 into 10 raised to 9 into Q1 Q2 by R square. See, C is called Coulomb's constant. The value is in free space or air. ഇതിനിടയിൽ ഈ രണ്ട് ചാർജിൻ്റെ ഇടയിൽ ഫ്രീ സ്പേസ് അല്ലെങ്കിൽ എയർ അല്ല എങ്കിൽ ഇറ്റ്സ് വാല്യൂ മേ ചേഞ്ച്. എങ്കിൽ സിയുടെ കൂളംസ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ വ്യത്യാസം വരും. ഓക്കെ, അത് ആലോചിച്ചിരിക്കുക. ഇത് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ എയറിലാണെങ്കിൽ മാത്രമേ 9 into 10 raised to 9 കൊടുക്കാൻ പാടുള്ളൂ. ആൻഡ് വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് കൂളംസ് കോൺസ്റ്റൻറ്റ്? അപ്പോൾ ഇതിൻ്റെ ഈ വാല്യൂവിൻ്റെ യൂണിറ്റ് അറിയണമെങ്കിൽ നമ്മളെന്ത് ചെയ്യുക, ഇത് മാത്രം ഇവിടെ ഇട്ടിരിക്കുക, എന്നിട്ട് ഇതെല്ലാം അപ്പുറത്തോട്ട് പോവുക. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അതെല്ലാം അപ്പുറത്ത് പോകുമ്പോൾ എഫ് ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ Q1 Q2, അതായിരിക്കും 9 into 10 raised to 9. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യൂണിറ്റ് ആയിരിക്കും അല്ലേ. ഇതിൻ്റെ യൂണിറ്റ് അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാം. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ. So what is the value of 9 into what is the unit of 9 into 10 raised to 9? That is equal to its a unit is Newton meter square coulomb square per coulomb square. So coulomb raised to -2. This is its unit. Okay. So this is Coulomb's law. So എല്ലാവരും ഫോളോ ചെയ്തല്ലോ. അപ്പോൾ Coulomb's law എന്താണ്? The force of attraction or repulsion between two charges placed at a distance apart is directly proportional to the product of the charges and inversely proportional to square of the distance between these two. That is, F is directly proportional to Q1 Q2 by R square. Okay. So F is equal to C into Q1 Q2 by R square, and the C is called constant. C is called Coulomb's constant, and its value is 9 into 10 raised to 9. And usually C depends on the nature of the medium. Okay, C depends on the nature of the medium. So it depends on the nature of the medium. അപ്പോൾ അതിൽ ഫ്രീ സ്പേസ് എല്ലാം എയർ ആണെങ്കിൽ സിയുടെ വാല്യൂ എത്ര കൊടുക്കുക? 9 into 10 raised to 9 ആണ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ. വേറെ മീഡിയം ആണെങ്കിൽ നമ്മൾ തൊട്ടടുത്ത ലെക്ചറിൽ അത് കാണുന്നതാണ് എന്ത് ചെയ്യണമെന്നുള്ളത്. ഓക്കെ. സോ പ്രോബ്ലംസിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും.
in the numericals, in the case of numericals, you should know, you should remember this relation F equal to 9 into 10 raised to 9 into Q1 Q2 by R square, and the unit of the Coulomb's constant is Newton meter square per Coulomb square. Okay, this law is otherwise called inverse square law. Okay, see inverse square law. അതാണ് കൂളംസ് ലോ. നെക്സ്റ്റ് നമുക്ക് മറ്റൊരു ടൈമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്, വിച്ച് ഈസ് കാൾഡ് പെർമിറ്റിവിറ്റി. വാട്ട് ഈസ് ദിസ്? വിച്ച് ഈസ് കാൾഡ് പെർമിറ്റിവിറ്റി. പെർമിറ്റിവിറ്റി എന്താണെന്നുള്ള ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അത് പ്രധാനമായും കൂളംസ് ലോയുമായി വരുന്ന ഒരു പ്രധാനപ്പെട്ട ടൈമാണ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ, പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കട്ടെ. പെർമിറ്റിവിറ്റി എന്താണ്? പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഈ ഡെഫിനിഷൻ, ഇതൊരു ഡെഫിനിഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഡെഫിനിഷൻ പറയുന്നതിന് മുമ്പ് ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്താണ് ഐഡിയ എന്ന് ചോദിച്ചാൽ നോക്കാം. സേ ഇഫ് ടു ചാർജസ് ആർ പ്ലേസ്ഡ് ഹിയർ, ദിസ് ഈസ് Q1 and this is Q2. Two charges are placed and there is a medium in between these two. ഇതിനിടയിൽ ഒരു മീഡിയം പ്ലേസ് ചെയ്തു. A medium is placed in between these two. Okay, so ഒരു കാര്യം ചെയ്യാം. This is the first charge and this is the second charge. This is the second charge. അപ്പോൾ ഇതൊരു മീഡിയം ആണല്ലേ. അപ്പോൾ സപ്പോസ് ഇതിനിടയിൽ അട്രാക്ഷൻ ആണെങ്കിൽ, ഇപ്പോൾ ഒരു 100 ത്രെഡ്സ് ഇതിനിടയിലൂടെ പോവുകയാണ്. അട്രാക്ഷൻ്റെ ത്രെഡ്സ് ഇങ്ങനെ 100 ത്രെഡ്സ് ഇതിനിടയിലൂടെ പോവുകയാണ്. 100 ത്രെഡ്സ്. 100 ത്രെഡ്സ് മീൻസ് ഇതിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള ഇപ്പോൾ 100 കയറുകളാണ്, അല്ലെങ്കിൽ 100 ചരടുകൾ വെച്ച് ഇതിനെ പിടിക്കുകയാണ്. Q2വിനെ അട്രാക്റ്റ് ചെയ്യാൻ സങ്കല്പിക്കുക. പക്ഷേ ഈ മീഡിയത്തിലോട്ട് കയറുന്ന സമയത്ത് ഈ മീഡിയം ഒരു 60 എണ്ണത്തിനെ അട്രാക്റ്റ് ചെയ്ത് നിർത്തി. 60 എണ്ണത്തിനെ അങ്ങ് അബ്സോർവ് ചെയ്തു. അട്രാക്റ്റ് ചെയ്ത് നിർത്തി എന്നാൽ അബ്സോർവ് ചെയ്തു എന്നാണ് പറയേണ്ടത്. അബ്സോർവ് ചെയ്തു. ബാക്കി എത്ര എണ്ണം ഇവിടെ എത്തിച്ചേരും? പറയേ, ആരാ 30 എന്ന് പറഞ്ഞത്? അത് തെറ്റല്ലേ? 100-ൽ നിന്ന് 60 പോയാൽ ബാക്കി എത്രയാണ്? 40. ഓക്കെ, സോ 40 എണ്ണം ഇവിടെ എത്തിച്ചേർന്നു. അപ്പോൾ നമ്മൾ പറയും, സി ഈ ഒരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി 60 എന്ന് പറയും. 60 ആണ് ഇതിൻ്റെ പെർമിറ്റിവിറ്റി. 60 ആണ് ഇതിൻ്റെ പെർമിറ്റിവിറ്റി. ഓക്കെ, സോ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി, ഇതിൻ്റെ പെർമിറ്റിവിറ്റി 60 ആയതുകൊണ്ട് ഈ 40 തന്നെ ഇവിടെ എത്തിച്ചേർന്നുള്ളൂ. അപ്പോൾ ഇതിനിടയിലുള്ള ഫോഴ്സ് കുറയുന്നു അല്ലേ? 40 ത്രെഡ് വെച്ച് പിടിക്കാൻ പോയതിൻ്റെ ഫോഴ്സ് കുറയുന്നു. സപ്പോസ് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 70 എണ്ണമാണെങ്കിലോ, അപ്പോൾ ഇവിടെ 30 എണ്ണം എത്തിച്ചേർത്തും. അതായത് പെർമിറ്റിവിറ്റി കൂടുന്തോറും ഇങ്ങോട്ടുള്ള അട്രാക്ഷൻ കുറഞ്ഞു വരും. സോ ഏത് 2 ചാർജുകൾ ഇരിക്കുമ്പോഴും ഇതിനിടയിൽ പെർമിറ്റിവിറ്റി കൂടുന്തോറും, ഇതിനിടയിലുള്ള മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി കൂടുന്തോറും ഫോഴ്സ് കുറഞ്ഞു വരുന്നു. ഓക്കെ, അപ്പോൾ ഇഫ് ദി പെർമിറ്റിവിറ്റി ഈസ് മോർ, ഫോഴ്സ് വിൽ ബി ലെസ്. എപ്പോഴും അത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, പെർമിറ്റിവിറ്റി നമ്മൾ സാധാരണയായിട്ട് രേഖപ്പെടുത്തുന്ന ചിഹ്നം എന്ന് പറയുന്നത്, പെർമിറ്റിവിറ്റിയെ സാധാരണയായിട്ട് രേഖപ്പെടുത്തുന്ന ചിഹ്നം എന്ന് പറയുന്നത് എപ്സിലോൺ എന്ന് പറയും. എപ്സിലോൺ എന്ന് പറയും. പെർമിറ്റിവിറ്റിയെ സാധാരണയായിട്ട് രേഖപ്പെടുത്തുന്ന ചിഹ്നം എന്താണ്? എപ്സിലോൺ. അപ്പോൾ ഇതെങ്ങനെയാണ് രേഖപ്പെടുന്നതെന്ന് നോക്കുക. എപ്സിലോൺ എങ്ങനെയാണ് പെർമിറ്റിവിറ്റി? ഈ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി സാധാരണയായിട്ട് പറയുന്ന ടൈം എന്താണ്? എപ്സിലോൺ. ഓക്കെ, സോ ഇവിടെ എപ്സിലോൺ എത്രയാണ്? അപ്പോൾ എപ്സിലോൺ ഈസ് ഈക്വൽ ടു 60. Epsilon is equal to 60. Okay,
സാധാരണ എപ്സിലോണിൻ്റെ വാല്യൂ എപ്പോഴും അതിൻ്റെ മാക്സിമം വാല്യൂ അതിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. 1 കൂടുതലാണ് എപ്പോഴും വരേണ്ടത്. അതിൻ്റെ മിനിമം വാല്യൂ 1 കൂടുതലാണ് എപ്പോഴും വരേണ്ടത്. ഓക്കെ, അപ്പോൾ എപ്സിലോൺ ഈക്വൽ ടു 1 ആണ് മിനിമം അല്ലേ. അപ്പോൾ ഇറ്റ്സ് വാല്യൂ ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ 1. പലപ്പോഴും 1 കൂടുതലായിരിക്കും. ഏതൊരു മീഡിയം എടുത്തു കഴിഞ്ഞാലും 1 കൂടുതലായിരിക്കും എപ്സിലോണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ തന്നെ 60 ഇല്ലേ. അപ്പോൾ അതാണ്. സോ പെർമിറ്റിവിറ്റിയുടെ ഡെഫിനിഷനിലേക്ക് നമുക്ക് വരാം കേട്ടോ. പെർമിറ്റിവിറ്റി ഈസ് ദി ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ മീഡിയം ഡ്യൂ ടു വിച്ച് ഇറ്റ് അബ്സോർബ്സ് എഫക്റ്റ് ഓഫ് ചാർജ് ഡ്യൂ ടു വിച്ച് ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ അതർ ചാർജ്. അപ്പോൾ ശരിക്കും പെർമിറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചാർജിൻ്റെ ചില എഫക്റ്റുകൾ അബ്സോർവ് ചെയ്യുന്നത് കാരണം തൊട്ടടുത്ത ചാർജിലേക്ക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നു. അതുതന്നെയാണ് ഫോഴ്സ് ആക്ച്വലി ഇവിടെ ഡിക്രീസ് ചെയ്യപ്പെടുന്നു അല്ലേ. മീഡിയം ഉണ്ടെങ്കിൽ ഡിക്രീസ് ചെയ്യപ്പെടും. അതാണ് പെർമിറ്റിവിറ്റി. ഓക്കെ, സോ കൂളംസ് ലോ ബിക്കംസ്, സോ ഇൻ എ മീഡിയം വി ക്യാൻ റൈറ്റ് കൂളംസ് ലോ നമുക്ക് ഇങ്ങനെ എഴുതാം. F is equal to 1/4 epsilon into Q1 Q2 by R square. ഓക്കെ, അപ്പോൾ ഈ ടേം ഇതായിരുന്നു നമ്മൾ നേരത്തെ C ആയിട്ട് പറഞ്ഞിരുന്നത് അല്ലേ. അപ്പോൾ ഈ ടേം C ആയിരുന്നു. ഈ C എന്ന് പറയുന്നത് ഫ്രീ സ്പേസ് ആയിരുന്നപ്പോൾ ഇവിടെ എന്തായി മാറി? ഇവിടെ എപ്സിലോണിന് പകരം എപ്സിലോണിൻ്റെ ഫ്രീ സ്പേസിലുള്ള വാല്യൂ കൊടുത്തിരുന്നു. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ടേമിനെ 9 × 10⁻⁹ എന്ന ഫ്രീ സ്പേസിൽ കിട്ടിയത്. പക്ഷേ ഇൻ ജനറൽ ഫോർ എനി മീഡിയം F is equal to 1/4 epsilon into Q1 Q2 by R square. ഇതാണ് ഫോർ എനി മീഡിയം കൂളംസ് ലോ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വച്ചിരിക്കണം. ഏതൊരു മീഡിയത്തിലും കൂളംസ് ലോ 1/4 epsilon into Q1 Q2 by R square. Okay, so we have two relations. In air or in free space, it is the force is denoted as F0 equal to 1/4 epsilon air Q1 Q2 by R square. And also when the charges are placed in water, the force is Fm is equal to 1/4 epsilon water into Q1 Q2 by R square. These are the two relations. And see, when the charges are placed in water, it was found that the force decreases by 90. ഞാൻ പറഞ്ഞു അല്ലേ, പെർമിറ്റിവിറ്റി കൂടുന്നതനുസരിച്ച് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുന്നു. അപ്പോൾ അങ്ങനെ ഫോഴ്സ് ഡിക്രീസ് ചെയ്യുന്നത് കണ്ടെത്തിയതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം. ഇതിനൊന്ന് ഡിവൈഡ് ചെയ്യാം. 0/Fm എന്നെടുത്തു നോക്കി. 0/Fm. F0/Fm എന്ന് പറയുന്നത് എപ്പോഴും, അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ 4π Q1 Q2 by R square എല്ലാം ക്യാൻസൽ ആവുന്നു. അപ്പോൾ എപ്സിലോൺ വാട്ടർ തിരിച്ച് കിട്ടുന്നു. അതായത് എപ്സിലോൺ വാട്ടർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ എയർ എന്ന് ലഭിക്കുന്നു. ഇതൊരു റേഷ്യോ ആണ് അല്ലേ. ഈ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയെ എയറിൻ്റെ പെർമിറ്റിവിറ്റി, എയർ അല്ലെങ്കിൽ ഫ്രീ സ്പേസ് എന്നും പറഞ്ഞു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഏതാണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഫോഴ്സ് ഡിക്രീസസ് ബൈ 90 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ 90 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. 90 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിക്രീസസ് ബൈ 90 എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാവുന്നത്, ഈ ഒരു കോൺസ്റ്റൻറ്റിനെ വിളിക്കുന്ന പേരാണ് എപ്സിലോൺ ആർ ഓർ കെ എന്ന് വിളിക്കും. കെ വിച്ച് ഈസ് കാൾഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി or dielectric constant. So what is relative permittivity അല്ലെങ്കിൽ dielectric constant? അതെന്താണ്?
നമ്മളൊന്ന് എടുത്തെഴുതുന്നു. സോ ഇവിടെ 90 ആണ് അതിൻ്റെ വാല്യൂ കിട്ടിയത് അല്ലേ? കാരണം ഈ ഫോഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഡിക്രീസസ് ബൈ 90 എന്ന് വന്നു. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്തായാലും F0യുടെ വാല്യൂ 1 ആണെങ്കിൽ F0 ഈക്വൽ ടു ഇവിടെ നിന്ന് എപ്പോഴും 90 ഇൻറ്റു FM ആയിരിക്കും വരേണ്ടത് അല്ലേ? സോ അപ്പോൾ ഇവിടെ F0 ഈസ് ഈക്വൽ ടു 90 ഇൻറ്റു FM ആണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫോഴ്സ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ FM ഈസ് ഈക്വൽ ടു എന്ത് വരും? FM ഈസ് ഈക്വൽ ടു പറഞ്ഞേ F0 ബൈ 90. കണ്ട നോക്കൂ. അപ്പോൾ മീഡിയത്തിലുള്ള ഫോഴ്സ് ഡിക്രീസ് ചെയ്തു, ഡിക്രീസസ് ബൈ 90. പിടികിട്ടിയല്ലോ? അപ്പോൾ എപ്പോഴും ഈ ഒരു എപ്സിലോൺ ആറിൻ്റെ വാല്യൂ, അപ്പോൾ അതും കൂടെ ഒന്ന് എഴുതാം. എപ്സിലോൺ ആറിൻ്റെ വാല്യൂ, എപ്സിലോൺ ആർ ഇവിടെ 90 ആയിട്ട് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു വിച്ച് ഈസ് കാൾഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ വാട്ടർ അല്ലേ? എന്ന് പറഞ്ഞാൽ അതൊരു മീഡിയമാണ്, അതിനെ നമുക്ക് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എന്ന് വിളിക്കാം. ഈ വാട്ടറിൻ്റെ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എന്നാണ് പറയുന്നത്, ഡിവൈഡഡ് ബൈ എപ്സിലോൺ എയർ അല്ലേ? എപ്സിലോൺ എയറിനെ എപ്സിലോൺ 0 എന്ന് വിളിക്കാം. എയർ അല്ലെങ്കിൽ ഫ്രീ സ്പേസ് അല്ലേ? ഇവിടെ എയർ അല്ലെങ്കിൽ ഫ്രീ സ്പേസ്. ഇവിടെ വാട്ടറിന് പകരം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന മീഡിയം വാട്ടറാണ്. അപ്പം അതുകൊണ്ട് അതിന് എപ്സിലോൺ എന്ന് തന്നെ കൊടുക്കാം. എപ്പോഴും വാട്ടർ വാട്ടർ എന്ന് എഴുതണ്ട, കാരണം ഏത് മീഡിയം വരാമല്ലോ. പിടികിട്ടിയോ? സോ വാട്ട് ഈസ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ്? വാട്ട് ഈസ് ദിസ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം അല്ലേ? ഇവിടെ വാട്ടറാണ്, ടു ദി പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ എയർ. സോ ദിസ് ഈസ് അതർവൈസ് കാൾഡ് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. ഓക്കെ. സോ ഇതൊരു നമ്പർ ആയിരിക്കും കേട്ടോ. എപ്സിലോൺ ആർ എന്ന് പറഞ്ഞൊരു നമ്പർ ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് നോ യൂണിറ്റ്. യൂണിറ്റ് ഉണ്ടാവത്തില്ല, അത് ഓർത്ത് വെച്ചിരിക്കുക. ഇറ്റ് ഹാസ് നോ യൂണിറ്റ്, ഇത് നമ്പർ ആയിരിക്കും. അപ്പോൾ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഇസ് ദ റേഷ്യോ ഓഫ് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓർ പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം ടു ദി പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇറ്റ് ഹാസ് നോ യൂണിറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയത്? എയറിൽ നിന്നോ ഫ്രീ സ്പേസിൽ നിന്നോ ചാർജുകളെ നമ്മൾ എടുത്ത് വേറെ ഏതെങ്കിലും മീഡിയത്തിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് ഡിക്രീസ് ചെയ്യുന്നു. ഇവിടെ 90 ആകുമ്പോൾ FM ഈസ് ഈക്വൽ ടു F0 ബൈ എപ്സിലോൺ ആർ അല്ലെങ്കിൽ K. എപ്സിലോൺ ആറിന് എങ്ങനെയും കൊടുക്കാം, K എന്നും വിളിക്കും. നമുക്ക് സോ ഫോഴ്സ് ഡിക്രീസസ് ഇൻ ദിസ് മീഡിയം. മനസ്സിലായില്ലേ? അതാണ് ആക്ച്വലി ഒരു ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ ഒരു സിഗ്നിഫിക്കൻസ്. അപ്പോൾ സപ്പോസ് നമ്മളൊരു സോഡിയം ക്ലോറൈഡിൽ, ഇപ്പോൾ സോഡിയം അയോൺ ഉണ്ട് അല്ലേ, ക്ലോറൈഡ് അയോൺ. അപ്പോൾ ഇതിങ്ങനെ നിൽക്കുകയാണ്, പ്ലസും മൈനസ് രണ്ട് ചാർജുകൾ. അപ്പോൾ ഈ രണ്ട് ചാർജുകളും ഇപ്പോൾ എയറിലായിരുന്നപ്പോൾ ഉള്ള ഫോഴ്സ് അല്ല, അത് സോഡിയം ക്ലോറൈഡ് ലായനി ഉണ്ടായിരിക്കും, ആ സൊല്യൂഷനിലായിരിക്കും. സൊല്യൂഷനായപ്പോൾ ഒരു മീഡിയമായി. അപ്പോൾ മീഡിയം ആകുമ്പോൾ അതിനിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അങ്ങ് കുറയും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇലക്ട്രോളിസിസ് ഒക്കെ വളരെ ഈസി ആയിട്ട് നടത്താൻ പറ്റുന്നത്. സോഡിയം ക്ലോറൈഡ് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോളിസിസ് ഒക്കെ നടത്താൻ പറ്റും, കാരണം ഈ ചാർജസിനെ സെപ്പറേറ്റ് ചെയ്യിക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഇത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. മനസ്സിലായില്ലേ? സോ അത് ആലോചിച്ച് വെച്ചിരിക്കുക. അങ്ങനെ ഏതൊരു മീഡിയത്തിൽ ചെന്ന് കഴിഞ്ഞാലും ഫോഴ്സ് ഡിക്രീസസ്, അത് മൈൻഡിലങ്ങ് തറപ്പിച്ച് പറഞ്ഞു വെച്ചിരിക്കുക അല്ലേ? ഏത് മീഡിയത്തിൽ എയറിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രീ സ്പേസിൽ നിന്ന് ചാർജസ് ഏതെങ്കിലും മീഡിയത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫോഴ്സ് ഓൾവേസ് ഡിക്രീസസ്. ഓക്കെ, റെഡി? ഓക്കെ. അപ്പോൾ സോ ഇൻ ജനറൽ നമുക്ക് ഇൻ ഫ്രീ സ്പേസ് ഓർ എയർ Coulomb force represented as F0, F0 എന്നും പറയാം, is equal to 1/4 pi epsilon naught or epsilon 0 into Q1 Q2 by R square.
and in a medium it becomes Fm, represented as Fm, equal to 1 by 4 pi epsilon into Q1 Q2 by R square, where this epsilon 0 is called permittivity of free space. Is called permittivity of free space, and its value is 8.85 into 10 raised to minus 12 Coulomb square per Newton per meter square in SI system. SI സിസ്റ്റത്തിൽ മാത്രമാണെങ്കിൽ എപ്സിലോൺ സീറോയുടെ വാല്യൂ ഇതായിരിക്കത്തുള്ളൂ. ഇൻ എനി അതർ സിസ്റ്റം ദി വാല്യൂ ചേഞ്ചസ്. CGSO FPSO പോലെയുള്ള സിസ്റ്റത്തിലാവുമ്പോൾ ഈ വാല്യൂവിന് മാറ്റം വരും. SI സിസ്റ്റം ആകുമ്പോൾ എപ്സിലോൺ സീറോ ഹാസ് ഓൺലി ദിസ് വാല്യൂ. ഇത് ബൈ ഹെർട്ട് ആയിരിക്കണം. സോ എപ്സിലോൺ സീറോയുടെ വാല്യൂ 8.85 into 10 raised to minus 12 കോൾഡ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പോൾ ഇത് ഫ്രീ സ്പേസിലുള്ള ഇക്വേഷൻ, കൂളം ഫോഴ്സിൻ്റെ ഇക്വേഷൻ. ഇത് മീഡിയത്തിലുള്ള കൂളം ഫോഴ്സിൻ്റെ ഇക്വേഷൻ. ഓക്കെ, സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് കുറച്ച് സ്റ്റാർട്ടിങ് ഒരു പാട്ടോട് കൂടിയാണ് ആരംഭിച്ചത്. പിന്നെ പല രീതിയിൽ നമുക്ക് ക്ലാസ്സുകൾ എടുക്കാൻ പറ്റും. അപ്പോൾ ഇനിയും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.